നമസ്കാരം. റെസ്പോൺസ് കേരളയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. അർജുനെ, നടൻ പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കൊടുത്തില്ല എന്നാണ് ഇപ്പോൾ ഉയർന്ന പരാതി. അതിൽ തന്നെ നടി ഉർവശി ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുള്ള മലയാളം നടി കൂടിയാണ് ഉർവശി പറഞ്ഞത് എന്തുകൊണ്ടാണ് നാഷണൽ അവാർഡ് പങ്കിടാഞ്ഞത്, ഈ പറയുന്നത് പോലെ മികച്ച നടിയുടെ അവാർഡ് പങ്കിടാഞ്ഞത് എന്താണ്, മികച്ച സഹനടിയാണെന്ന് തോന്നുന്നു ഉർവശി. പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കാൻ ആ പടം നല്ലതല്ല എന്ന് പറയാൻ എന്താണ് കാര്യം? ഇതിന് സുരേഷ് ഗോപി ചോദിച്ചിട്ട് മറുപടി പറയട്ടെ എന്നാണ് ഈ പറയുന്ന ഉർവശി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഉർവശിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സ്വന്തം കയ്യിലുള്ള പൈസ എടുത്ത് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത്, രാജ്യസഭ മെമ്പർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് അദ്ദേഹം ഇരുന്നിട്ട് അവിടെ നിന്നുള്ള ഫണ്ട് ഒരു പൈസ പോലും ഇല്ലാതെ കൃത്യമായി വിനിയോഗിച്ച് ശമ്പളം പോലും വാങ്ങാതെ അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, വീണ്ടും ലോക്സഭാ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ ലോക്സഭയിലേക്ക് അയച്ച സുരേഷ് ഗോപി ഈ പറയുന്ന ഉർവശിയൊക്കെ പറയുന്നത് പോലെ അവിടെ പോയിട്ട് നിങ്ങൾ എന്താ ഈ നാഷണൽ അവാർഡ് കൊടുക്കാത്തതെന്ന് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ? ഇവരൊക്കെ ആരാണിത് പറയാൻ? അല്ല, അത് മാത്രമല്ല, പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാമല്ലോ, അദ്ദേഹം ഈ പറയുന്ന അഭിനയിക്കുന്ന സിനിമകളെല്ലാം തന്നെ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളാണ്. ഉദാഹരണത്തിന് ജനഗണമന, നമ്മൾ അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളുടെ പാറ്റേൺ മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ജനഗണമന മാത്രമല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിട്ടുള്ള എമ്പുരാൻ തന്നെ, അപ്പൊ എല്ലാം തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം രൂപം കൊടുക്കുന്ന ഒരു സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതും പ്രത്യേക ഒരു അജണ്ട മുന്നിൽ കണ്ടുകൊണ്ട് അതിന് റേറ്റിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പൃഥ്വിരാജ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു പ്രത്യേക വിഭാഗത്തെ പിടിച്ചു നിർത്തുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇനി നാഷണൽ അവാർഡ് കൂടി നൽകാത്തതിന്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, അദ്ദേഹം ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിലൊക്കെ അദ്ദേഹം വളരെ മുൻപന്തിയിൽ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ഇതേ വ്യക്തി തന്നെ മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ സിന്ദൂറിലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ വേണ്ട അർജുനെ, പഹൽഗാം ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടിട്ടില്ല. ഈ പറയുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയപ്പോൾ എവിടെയായിരുന്നു അദ്ദേഹം? അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക അജണ്ട മുന്നിൽ കണ്ടുകൊണ്ട്, നമുക്കറിയാം ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ ഒക്കെ ഒരു ടൂളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി നാഷണൽ അവാർഡ് കൊടുക്കണമെന്ന് ഈ പറയുന്ന ഉർവശിയെ പോലുള്ള തലയ്ക്ക് ബോധമില്ലാത്ത, തലയ്ക്ക് വെളിവില്ലാത്തവരുടെ അഭിപ്രായം എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാനാവുക? അതും സുരേഷ് ഗോപി പോലുള്ള ഒരു വ്യക്തിക്ക് ഇത് പോയി സംസ്ഥാന ഫിലിം, ഈ പറയുന്ന ദേശീയ കേന്ദ്ര മന്ത്രിസഭയുടെ ഫിലിം കൗൺസിലിന് മുന്നിലേക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അപ്പോ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ, ഇത്തരം തരത്തിലുള്ള അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയെയൊക്കെ പൂർണ്ണമായി തിരസ്കരിക്കുകയാണ് വേണ്ടത്. അല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഉർവശി പറയുന്നത് സുരേഷ് ഗോപി ചോദിച്ചിട്ട് മറുപടി പറയട്ടെ. ഇത് പറയാൻ പിന്നെ ഉർവശിയാണോ ഈ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കിയത്? ഉർവശി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയോ? ഇനി സുരേഷ് ഗോപിയുടെ മുകളിൽ നിൽക്കുന്ന പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, BJP-യുടെ ദേശീയ പ്രസിഡന്റൊക്കെ ഉർവശിയാണോ? ഉർവശി തീരുമാനിക്കുന്നവരാണോ? ഒരു മര്യാദ വേണ്ടേ? ഇവരെന്തോ ആണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഇപ്പം മലയാളത്തിലെ നടന്മാർ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് നടിമാരൊക്കെ ഉണ്ട്. അവരെല്ലാം വളരെ വളരെ പക്വമായിട്ടാണ് സംസാരിക്കാറ്. പക്ഷെ ഉർവശിക്ക് എന്തോ ഒരു അവാർഡ്, ആ ഉള്ളൊരുക്കിനൊക്കെ ശേഷം, ഒരു അവാർഡ് ലഭിച്ചതിന് ശേഷം ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ താൻ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ധിക്കാരപൂർണമായിട്ടുള്ള നിലപാട് അവരുടെ മനസ്സിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ ഈ നടത്തുന്ന പ്രസ്താവനകളെല്ലാം അതിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അതും അവർ പറയുന്നത് യാതൊരു നിലവാരവും ഇല്ലാത്ത പ്രസ്താവനകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? യാതൊരു നിലവാരവും ഇല്ലാത്ത, കാരണം പ്രത്യേക അജണ്ടകൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം സിനിമയും ഫിലിമും എല്ലാം ചെയ്യുന്ന അങ്ങനെ ഒരു മാഫിയയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ എന്ത് ധാർമ്മികമായ മൂല്യമാണ് അവർ സമൂഹത്തിന് നൽകുന്നത്? അല്ല, അത് മാത്രമല്ല, ഞാൻ പറയാം, ഇപ്പൊ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഇടതുപക്ഷ ഗവൺമെന്റിന് താല്പര്യമുള്ള ആളുകൾക്ക് തന്നെയാണല്ലോ ഇവിടെ അവാർഡ് കൊടുക്കുന്നത്. ഇവിടെ കേരള ഗവൺമെന്റിന്റെ കഴിഞ്ഞ 2-3 കാലഘട്ടത്തിലെ ഈ പറയുന്ന അവാർഡുകൾ എടുത്ത് പരിശോധിച്ചാല് ഇവർ പരിഗണിക്കുക പോലും ചെയ്യാത്ത നടന്മാരുണ്ട്. എന്തുകൊണ്ട് അവർക്കൊന്നും ഒരു അവാർഡ് കൊടുക്കാത്തത്? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം പറയുന്ന, രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന, ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഇവർക്ക് വിധേയപ്പെടാത്ത നടന്മാരുടെ സിനിമകൾ ഒരിക്കലും കേരളത്തിലെ ഇതിൽ കാണാറില്ല. അവരുടെ പൊളിറ്റിക്സിന് അനുകൂലമായി നിൽക്കുന്ന ആളുകൾക്ക് അവർ അവാർഡ് കൊടുക്കും. അവർക്ക് അവരുടെ
അവരുടെ പൊളിറ്റിക്സിന് അല്ല, അവരുടെ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഒരു പൊതുധാരയിൽ നിൽക്കുന്ന പൊളിറ്റിക്സിന് വിരുദ്ധമായി ഇറങ്ങുന്ന സിനിമകൾ പോലും പൊതുമധ്യേനെ അവതരിപ്പിക്കാനുള്ള അവകാശം പോലും ഇല്ല. നമുക്കറിയാമല്ലോ, കേരള സ്റ്റോറി തന്നെ എത്ര തിയേറ്ററുകളിലാണ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ അതിനുള്ള അവകാശം പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സത്യം തുറന്നു പറയുന്ന പല ചിത്രങ്ങളും ഈ പറയുന്ന പോലെ പ്രദർശിപ്പിക്കാൻ തന്നെ പലർക്കും മടിയാവും. അതിന് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് ബാൻ വരുന്നു, പിന്നീട് ഒറ്റപ്പെടലുകൾ സംഭവിക്കേണ്ടി വരുന്നു, പിന്നീട് ബിസിനസ്സിൽ വൻ നഷ്ടങ്ങൾ സംഭവിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അല്ല, ഇതിൽ ബ്ലസ്സി ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഡയറക്ടറാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ചില രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അവാർഡുകൾ നഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതേ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് ഇവർ അഭിപ്രായം പറയാൻ പോകുമ്പോൾ ഇവരെ ശ്രദ്ധിക്കണം. അതായത് ഒരു കലാകാരന് കൃത്യമായ കക്ഷി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, കലാകാരന് കക്ഷി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് പല സ്ഥലങ്ങളിലും എന്താണ് അത് അല്ല അത് അവിടെയൊക്കെ ബാധിക്കും. ഇപ്പം അത് ഇവരൊക്കെ ഇടതുപക്ഷത്തിന്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ഇടത് പൊളിറ്റിക്സ് പറയുന്ന ആളുകളാണെങ്കിൽ, ഈ പറയുന്ന കപട മതേതരത്വ പൊളിറ്റിക്സ് എന്ന് പറയും നമ്മളിവിടെ, മതേതരത്വത്തിലല്ല കപട മതേതരത്വ, അതെ ഇസ്ലാമോ ലെഫ്റ്റ് പൊളിറ്റിക്സ് പറയുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് കേരളത്തിൽ കേരള അവാർഡൊക്കെ കിട്ടും. പക്ഷെ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ അത് പരിഗണന ഉണ്ടാവില്ല. അതിന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പം ഈ പറയുന്ന ദേശീയ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് CPM ആണെന്ന് വെച്ചോ, CPM ആണെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് ഈ അവാർഡ് കൊടുക്കുമോ? കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുക്കുമോ? കൊടുക്കില്ല. അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അവാർഡ് കൊടുക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു BJP വന്നതിന് ശേഷം വളരെ കൃത്യമായി ഇപ്പൊ പാർവതിക്ക് അവാർഡ് കിട്ടി, പാർവതി തിരുവോത്തിന് അവാർഡ് കൊടുത്തില്ലേ, ഉർവശിക്ക് അവാർഡ് കിട്ടി, പല ആളുകൾക്കും അങ്ങനെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും രാഷ്ട്രീയ പരിഗണന. അതെ, ഷാരൂഖ് ഖാൻ അവാർഡ് കിട്ടിയില്ലേ. ഇവരെയൊക്കെ രാഷ്ട്രീയം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇവർക്കൊന്നും അവാർഡ് കിട്ടരുത്. അല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. സുരാജ് വെഞ്ഞാറമൂടിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടി. അദ്ദേഹവും ഇതേ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നല്ലോ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനൊക്കെ അദ്ദേഹത്തിന്റെയും ഇതേ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന് അവാർഡ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് വേറൊരു സിനിമയിലാണ്. പക്ഷേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും ജനഗണമനയും പോലുള്ള സിനിമയിൽ വളരെ സജീവമായി പങ്കെടുത്ത സുരാജ് വെഞ്ഞാറമൂടിനെ പോലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ അവാർഡിന് പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ പൃഥ്വിരാജിനെ പരിഗണിക്കാതിരിക്കുന്നതിന്റെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒന്നാമത് കംപ്ലീറ്റ് ജൂറിയുടെ അവകാശമാണ്, എന്ത് പരിഗണിക്കണം എന്ത് പരിഗണിക്കേണ്ട എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാമോ ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമായി നിലകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഈ പറയുന്ന ഒരു മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമായി നിലകൊണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സിനിമകൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു നടനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. അപ്പൊ അത് തന്നെയാണ്, അത് തീർത്തും ഈ പറയുന്ന ദേശവിരുദ്ധ ശക്തികളെ ഒക്കെ പ്രീണിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരിക്കലും കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, അറിയാമല്ലോ. അല്ല, എന്തായാലും ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അവരവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും എന്നിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ലേ എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഒന്നുകിൽ ഈ പറയുന്ന സംസ്ഥാന അവാർഡ് വാങ്ങി ഇരിക്കുക, അല്ലെങ്കിൽ നാഷണൽ അവാർഡ് വാങ്ങിയിരിക്കുക. ഇനി അതും ഒന്നും അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് പോലെ എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള കരച്ചിൽ അവസാനിപ്പിക്കുക. പലതരത്തിലും പല രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തോട് അല്ലെങ്കിൽ ഒരു വിഭാഗത്തോട് മാത്രം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അതിൻ്റെതായ തിരിച്ചടികൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അവിടെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. മാത്രമല്ല, സുരേഷ് ഗോപിയോടൊന്നും ഇത്തരത്തിൽ സംസാരിക്കാനൊട്ട് ആരും എന്താണ് ആജ്ഞാപിക്കാൻ മുതിർന്നിട്ടും കാര്യമില്ല. റൈറ്റുമില്ല. കേന്ദ്ര ജൂറിയുടെ ആണല്ലോ തീരുമാനം. അത് ജൂറിയുടെ തീരുമാനമാണ്. അത് എവിടെയും പോയി ഇപ്പൊ സുപ്രീം കോടതി പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജൂറിയുടെ തീരുമാനമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.